ചങ്ങായിമാരെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ വിശകലക്കത്തിലുള്ള വീഡിയോ ഉണ്ടല്ല അത് ചെയ്യുന്നത് നിർത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം അത്തരം വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് അത്രമാത്രം മടുപ്പ് വന്നു. പക്ഷെ എന്താ ചെയ്യുക, ഓരോ ദിവസം കഴിയുന്തോറുണ്ടല്ല ഈ സ്ത്രീയുടെ മനസ്സിലുള്ള വർഗീയത ഉണ്ടല്ല ആ വർഗീയത ഇങ്ങനെ കൂടിക്കൂടി വരെയുന്നു. അതിന്റെ ഭാഗമായിട്ടല്ല മുസ്ലിങ്ങൾക്കെതിരെ ഈ സ്ത്രീ ഉണ്ടല്ല എന്തൊക്കെ വൃത്തിയിലാണ് പറയുന്നതെന്നറിയാം. വായ തോർന്ന ഈ സ്ത്രീയുടെ വായിന്നുണ്ടല്ല മുസ്ലിം എന്നല്ലാണ്ട് വേറെ ഒരു കാര്യം വരൂല. എന്തായാലും ഇന്നലെ വന്നിട്ട് വീണ്ടും മുസ്ലിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച ഈ വിശകലക്കണ്ടല്ല അൻസാരി ഉസ്താദ്, എന്റെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല നല്ല ചുട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ഉണ്ടല്ല വിശകലം ഉണ്ടല്ല മുസ്ലിങ്ങളെ കുറിച്ചും കുഞ്ഞാലിക്കുട്ടി സാഹിബില്ലേ മൂപ്പരെ കുറിച്ചൊക്കെ പറഞ്ഞ പച്ച വർഗീയത കേൾക്കാം. അതിന്റെ കൂടെ ഉസ്താദ് കൊടുത്ത നല്ല മറുപടി ഉണ്ടല്ല അടിപൊളി മറുപടിയും കേൾക്കാം. കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്നല്ലേ ബുദ്ധിമുട്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവുക ആവാതിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ ഏത് പ്രഥമ സ്ഥാനത്തിരിക്കും. പക്ഷെ കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രം പറ്റത്തില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ മറുപടി ശശികല ടീച്ചർ പറഞ്ഞു തരും. അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി കൂടെ അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവും അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്നാൽ. കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ സിരകളിൽ ഒഴുകുന്ന രക്തം പച്ച രക്തമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഈ മുഖ്യമന്ത്രി പദവി കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവരാരും ഇന്ത്യൻ പൗരന്മാരല്ല, പുറത്തുനിന്ന് വന്നവരാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആലോചിച്ച് നോക്കി, ഇക്കാലം അത്ര നമ്മുടെ മുസ്ലിങ്ങൾ, ഇത് കുഞ്ഞാലിക്കുട്ടീനെ മാത്രം വെക്കുന്ന വെടിയല്ല, ഇത് മൊത്തത്തെ എല്ലാ മുസ്ലിമാരെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. നമ്മളൊക്കെ പുറത്തുനിന്ന് വന്നവരാണ്, നമ്മുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം പാകിസ്ഥാന്റെ രക്തമാണ്. പക്ഷേ ഞാനോ നിങ്ങളോ ആരെങ്കിലും ഇന്ന് വരെ നമ്മുടെ അയൽരാജ്യമാണ് പാകിസ്ഥാൻ, നമുക്ക് പാകിസ്ഥാനുമായിട്ട് യാതൊരുവിധ ആഭിമുഖ്യമോ പാകിസ്ഥാനെ പുകഴ്ത്തി ഒരു വർത്താനവോ പാകിസ്ഥാൻ നല്ലതാണെന്ന് പോലും എന്തുകൊണ്ടെന്നറിയോ? ഈ നാട്ടിൽ അങ്ങനെ പറഞ്ഞതിന്റെ പേരിലും ഒരു ധ്രുവീകരണം വേണ്ടാന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പാകിസ്ഥാനെ, കാഞ്ചന മൊയ്തീനെ സ്നേഹിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനെ സ്നേഹിച്ചാലറിയോ? അത് വെറുതെ അങ്ങ് സ്നേഹിക്കില്ല, സ്നേഹിക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങൾ കണ്ടുപോയി. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ. ഇങ്ങനെ പാകിസ്ഥാനെ സ്നേഹിച്ച ഒരാൾ ലോകത്തുണ്ടാ? ഇവരുടെ ശരീരത്തല്ലേ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ രക്തം ഒഴുകുന്നത്? കാരണം വേദങ്ങൾ, അവരുടെ സ്മൃതികളും ശ്രുതികളും ഒക്കെ പിറന്ന നാടാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ ഇങ്ങനെ മുട്ടിരിക്കുക എങ്ങോട്ട് പോകാൻ, പാകിസ്ഥാനിലേക്ക് പോകാൻ അത്ര ഇഷ്ടം പാകിസ്ഥാന്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ സിരകളിൽ ഒഴുകുന്ന രക്തം ഇതാണെന്ന് പറയും. പിന്നെ പൊതുവെ ശശികല ടീച്ചർ പറഞ്ഞു വന്നൊരു ഒരു പറച്ചിലുണ്ട്. അതായത് നമ്മളൊന്നും ഇന്ത്യക്കാരെന്ന, പിന്നെ ആരാണ് ഇന്ത്യക്കാർ? ശശികല ടീച്ചർ പറഞ്ഞ ആരാണ് ഇന്ത്യക്കാർ? നിങ്ങൾ ഇന്ത്യക്കാരിയാണോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇന്ത്യക്കാരാണ്? ഇവിടെ ഒരുത്തരും ഇന്ത്യക്കാരനല്ല. അതാണ് പൊന്നാര ടീച്ചറെ, ഇന്ത്യക്കാരെന്ന് പറയാൻ ഇവിടെ ആർക്ക് അവകാശമുള്ളത്? എല്ലാവരും ഇന്ത്യക്കാരാണ്. പക്ഷെ നമ്മൾ മാത്രമാണ് ഇന്ത്യക്കാരെന്ന് വാ തുറന്ന് പറഞ്ഞു പോകരുത്. ടീച്ചർ ഇന്ത്യക്കാരിയാണോ? എങ്ങനെ ഇന്ത്യക്കാരിയാവും? ആദ്യമേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. പിന്നെ മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ തീരത്തുനിന്ന് വന്നവർ, പിന്നെ അതിനുശേഷം ഇറാനിൽ നിന്ന് വന്നവർ. ആര്യന്മാരെ കുറിച്ച് ആര്യന്മാർ എവിടുന്ന് വന്നതാ? ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പം ഇവിടെ ഒരു ആധിപത്യം, അധിനിവേശം നടത്തി ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ഒരു ജനത ഉണ്ടല്ലോ. ദശാബ്ദങ്ങൾക്കപ്പുറമുള്ള ശബ്ദം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കേരളക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ഈ സെമിറ്റിക് മതങ്ങളിൽ കാണുന്ന നോഹയുടെ പ്രളയത്തിന്റെ ശേഷം നോഹയുടെ മക്കൾ ഇന്ത്യയിലേക്ക് വന്നു. സിന്ധു നദിയുടെ തീരത്ത് ആര്യന്മാരുടെ ഉത്ഭവത്തിനേക്കാൾ 5000 വർഷങ്ങൾക്ക് ഒരു സംസ്കാരം രൂപപ്പെട്ടു എന്നും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അംഗസ്നാനം ചെയ്യാൻ നേരത്ത് അവർ ഹൗലുണ്ടാക്കും, ഒരു കെട്ടിട നിർമ്മിതി. അതുപോലെ ചില സംഗതികൾ പരിവേഷണത്തിൽ സിന്ധു നദീ തീരത്ത് നടന്ന, ലാഹോറിൽ നടന്ന പരിവേഷണത്തിൽ കണ്ടെത്തിയെന്നൊക്കെ ദശാബ്ദങ്ങൾക്കപ്പുറമുള്ള ശബ്ദം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇന്ത്യക്കാരനാണ്, സഹോദര സമുദായത്തിൽപ്പെട്ടവനാണ്. എന്തിനേറെ പറയണം? ടീച്ചർക്ക് ഒരു കാര്യം അറിയോ? ഈ സെമിറ്റിക് മതങ്ങളായ ക്രിസ്ത്യൻ, ജൂത, ഇസ്ലാമിക് മതങ്ങളിലൊക്കെ പറയുന്ന ചരിത്രമാണ് ഒന്നാമത്തെ മനുഷ്യൻ ആദമാണെന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ ആദം ചരിത്രം പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് 40 ഹജ്ജ് ചെയ്തത്. അപ്പൊ 39 പ്രാവശ്യം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ആദം കൂടി നടന്നു പോയ മണ്ണാണിത്. എന്നിട്ട് ചരിത്രകാരന്മാർ പറയുന്ന രസകരമായ ഒരു കൂട്ടുണ്ടെന്നറിയോ? ലോകത്ത് അറബി ഭാഷയിൽ മനുഷ്യനെ ഇൻസാൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ മെൻ എന്ന് പറയും. എന്നാൽ ലോകത്ത് മനുഷ്യനെ തൂ മേരാ ആദമി എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്ന ഒരു ഭാഷ, ഒരു ആൾക്കാർ ഇന്ത്യക്കാരാണ്. നമ്മളാണല്ലോ ആദമി, തൂ മേരാ ആദമി എന്ന് പറയുന്നത്. ആ ഭാഷയുടെ ഉത്ഭവം ആദമിൽ നിന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്തിനേറെ പറയണം, ഇവിടെ അങ്ങനെ ഇസ്ലാമിന്റെ ഒരു കൾച്ചർ ഉണ്ടായി എന്നതിൽ എത്ര തെളിവുണ്ട്. ഇപ്പൊ 12ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന അൽബിറൂനിയുടെ താരിഖ ഹിന്ദ് അവഗണിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയുമോ? ഇന്ത്യക്ക് ഒരു ചരിത്രം എഴുതാൻ കഴിയുമോ? താരിഖ ഹിന്ദിൽ അദ്ദേഹം പറയുന്നത് 12ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പം ഇന്ത്യയിൽ വിഗ്രഹാരാധനക്ക് അതീതമായി ഏകദൈവ വിശ്വാസമാണ് നിലനിന്നു അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ റെഫറൻസ് ചോദിച്ച ഒന്നിന് പുറകെ ഒന്നറിയാൻ തരാം. എന്തിനേറെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷമായ അടയാളമാണ് ഗാന്ധിജിയുടെ അമ്മയായ പുത്ലിബായി. അവർ വിശ്വസിച്ച മതം ഏതായിരുന്നു?
ഗുജറാത്തിൽ തന്നെ ആവിർഭവിച്ച പ്രാണ എന്ന മതത്തിന്റെ അനുയായിയായിരുന്നു. പ്രാണ എന്ന് പറയുന്ന മതത്തിൽ വിഗ്രഹാരാധന ഇല്ല. എന്തിനേറെ പറയണം, ഹിന്ദു ദർശനത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആശയധാരയാണ് ആര്യസമാജക്കാർ. ആര്യസമാജക്കാർ വിഗ്രഹങ്ങൾ ആരാധിക്കാറുണ്ടോ? എന്തിനേറെ ഇന്നിപ്പോ നിലവിലുള്ള ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്ന സൊസൈറ്റി അവർ വിഗ്രഹങ്ങൾ ആരാധിക്കാറുണ്ടോ? അപ്പൊ വിഗ്രഹാരാധനക്ക് അതീതമായി ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഏകദൈവ കോൺസെപ്റ്റ് ഏത് മതങ്ങളുടെ? സെമിറ്റിക് മതങ്ങളുടെ ടീച്ചർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എത്ര തന്നെ ഹൈന്ദവന് ഇന്ത്യൻ പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുമോ അത്ര തന്നെ മുസൽമാനും അവകാശപ്പെടാൻ പറ്റും. അതുകൊണ്ട് ടീച്ചറെ, ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ പഠിപ്പിക്കും. A മുതൽ Z വരെ ഞങ്ങൾ ചരിത്രങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ കുട്ടികളുടെ തലയിലേക്ക്, തലച്ചോറിലേക്ക്, സെല്ലുകളിലേക്ക് നിങ്ങൾ വർഗീയത കുത്തിവെക്കുമ്പോൾ ഇന്ത്യക്കാരാണെന്നും ഇന്ത്യയുടെ ദേശബോധം, യഥാർത്ഥ ദേശബോധം എന്താണെന്നും ദേശീയ ബോധം എന്താണെന്നും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കും. ടീച്ചർ അങ്ങനെ പറഞ്ഞ് സ്റ്റാറാണെന്ന് വിചാരിക്കേണ്ട. ടീച്ചർ നിങ്ങളെപ്പോലുള്ള ഒരാളും ഇന്ത്യക്കാരെയാണെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യക്ക് എല്ലാ കാലത്തും ഇന്ത്യക്ക് ഒരു ശത്രു ഉണ്ടായിരുന്നു. ആ ശത്രുക്കളുടെ ബ്ലഡാണ് നിങ്ങളുടെ ശിരസിലൂടെ ഒഴുകുന്നത്. എന്തുകൊണ്ട് അത് പറയാൻ കാരണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ആരും പങ്കെടുത്തിരുന്നു? മക്കയിൽ ജനിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബുൽ കലാം ആസാദ്. അറബ് ദേശത്ത് ജനിച്ച ആൾ. ഉമ്മാടെ വീട് അവിടെയാണ്, വാപ്പാടെ വീട് ബംഗാളിലും. ആ മനുഷ്യൻ ഇവിടെ കടന്നു വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധിയുടെ റൈറ്റായിട്ട് പ്രവർത്തിച്ചു. അലി സഹോദരങ്ങൾ പ്രവർത്തിച്ചു, സക്കീർ ഹുസൈൻ പ്രവർത്തിച്ചു, ഹസ്രത്ത് മഹൽ എന്ന് പറഞ്ഞ വനിത, മുസ്ലിം വനിത ഇവിടെ പ്രവർത്തിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, എത്ര സംഘപരിവാറുകാരനകത്തുണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് രാജ്യസ്നേഹം, നിങ്ങൾക്ക് എന്ത് രാജ്യസ്നേഹം പറയാൻ അവകാശമുണ്ട്? നിങ്ങൾ ഞങ്ങളുടെ ബ്ലഡ് നോക്കി കിടക്കുക. പോരാണിട്ട് ടീച്ചർ, എങ്ങനെയാണ് മുഹമ്മദ് ഗോറി ഹൈബറിന്റെ മലനിരകൾ താണ്ടി ഇന്ത്യയിലേക്ക് വന്നത്? വെറുതെ അങ്ങനെ വന്നതല്ല. പൃഥ്വിരാജ് ചൗഹാനുമായി ആദ്യത്തെ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി തോറ്റെങ്കിലും പിന്നീട് എങ്ങനെയാണ് പൃഥ്വിരാജ് ചൗഹാൻ തോൽക്കുന്നത്, എങ്ങനെയാണ് കൊല ചെയ്യപ്പെടുന്നത്? അന്ന് കനൂജ് ഭരിച്ചിരുന്ന രാജാവ് മുസ്ലിം അല്ല കേട്ടാ, അദ്ദേഹമാണ് പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലാനുള്ള എല്ലാ സംവിധാനം ഒരുക്കി മുഹമ്മദ് ഗോറിക്ക് കൊടുത്തത്. പണ്ടും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി, ഇന്ത്യ അധിനിവേശം നടത്തുന്നത്, ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ പറയപ്പെട്ട നിങ്ങൾ മഹാന്മാരായിട്ട് കാണുന്ന ആളുകളെല്ലാം അവർക്ക് എന്തെങ്കിലും ഒരു പിണം കിട്ടാൻ വേണ്ടി ഈ പറയപ്പെട്ട മുഴുവൻ തമ്പുരാക്കന്മാരുടെ കാല് നക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ കാല് നക്കാത്ത ഒരാൾ പോലും ഇല്ല. ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ ആവേശം കൊള്ളുന്ന പല ആളുകളും പല സ്ഥലത്തെയും കപ്പം പിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ബ്രിട്ടീഷ് കമ്പനികൾക്കെതിരായത്. അതുവരെ സാധുക്കളായ പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കപ്പം പിരിക്കാനുള്ള അവകാശങ്ങളെ അനുവദിച്ചു കൊടുത്തപ്പോൾ ഈ തമ്പ്രാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാർ ഒപ്പമായിരുന്നു. പിന്നെയാണ് തിരിഞ്ഞത്. അതിൽ പ്രബലരായ പല വ്യക്തികളെ നമുക്ക് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ഈ ചൂഷണങ്ങൾക്കെതിരെ സംസാരിച്ച ഒരാളുടെ പേരാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി എന്ന് പറയും. വെളിയംകൂട് ഉമർ ഖാദി. ചരിത്രത്തിൽ മറക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒറ്റിക്കൊടുത്ത പാരമ്പര്യം മുസൽമാൻ ഇല്ല. ഈ സമീപകാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ ഒറ്റിക്കൊടുത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ. അവരിവിടെ വന്നിട്ട് പല BJP നേതാക്കന്മാരുമായിട്ടും ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തല്ലോ. അവരുടെ ശിരസിലൂടെ ഒഴുകുന്ന രക്തം ഏതാണെന്ന് ശശികല ടീച്ചർക്ക് അറിയത്തില്ലെങ്കിൽ അത് പഠിപ്പിച്ചു തറും. നമ്മൾ അൻസാരി ഉസ്താദിന് മാത്രമേ ഈ വിശകലെ പോലുള്ള ചാണക സംഖ്യട്ടില്ല ഇത്രയും മനോഹരമായ, ഇത്രയും നല്ല മറുപടി കൊടുക്കാൻ കഴിയും. ഇനിയിപ്പോഴുള്ള അൻസാരി ഉസ്താദിന് ഈ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടിയ വിശകലയും വിശകലയുടെ സംഖ്യ ഉണ്ടല്ല, നാളെ ഉസ്താദിനെതിരെ വീഡിയോ ആയിട്ട് വരും. ഉസ്താദ് സുഡാപ്പിയാണ്, തീവ്രവാദിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ഉസ്താദിനോട് ഇത്രമാത്രം കുരുപൊട്ടുന്നതിന്റെ മെയിൻ കാരണം ഉണ്ടല്ല ഇതാണ്. ഉസ്താദ് അവന്മാരുണ്ടല്ല എപ്പോഴും കണ്ടം വഴി ഓടിക്കും. മെയിനായിട്ട് വിശകലമാണത്തിനുണ്ടല്ല എപ്പോഴും കണ്ടം വഴി ഓടിക്കും. അതാണ് അവർക്കുണ്ടല്ല ഉസ്താദിനോട് ഇത്രമാത്രം കലിപ്പ്. പിന്നെ കുറച്ച് ആൾക്കാർക്കുണ്ടല്ല ചില സംശയം ഉണ്ടാവും. അതായത് വിശകലമാണുണ്ടല്ല കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗിനെയും അല്ലേ കുറ്റം പറഞ്ഞ്, അല്ലാതെ മുസ്ലിങ്ങളല്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുന്നവരോട് കുഞ്ഞാലിക്കുട്ടിയോടും മുസ്ലിം ലീഗിനോടുണ്ടല്ല വിശകലമാണത്തിന് യാതൊരു വെറുപ്പോ യാതൊരു ദേഷ്യവും ഇല്ല. വിശകലമാണത്തിന് ആരോടെങ്കിലും ദേഷ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളോടാണ്. അത് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തോടെ എല്ലാ മുസ്ലിങ്ങളില്ലേ അവരുടെയൊക്കെയാണ് വെറുപ്പും ദേഷ്യവും. അത് പക്ഷെ നമ്മളെ വിശകലമാണുണ്ടല്ല സ്ട്രെയിറ്റ് ആയിട്ട് നേരായിട്ട് പറഞ്ഞില്ല. അതിന് പകരമായിട്ടുള്ള മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പാർട്ടികളെ കൂട്ടിട്ട് അങ്ങനെയാണ് കുറ്റം പറയാറ്. അതായത് വിശകലമാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ, ഇസ്ലാമിനെ കുറ്റം പറയാ, അതായത് മുസ്ലിങ്ങളെ കുറ്റം പറയാ, അത് മാത്രം. എന്തായാലും നമ്മൾ അൻസാരി ഉസ്താദല്ല വിശകലമാണത്തിന് മൊത്തം ചരിത്രം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, ഇവരെ പോലെ ടീമുള്ള ഒരിക്കലും ചരിത്രം നന്മയെ കുറിച്ച് ഒന്നും പഠിക്കാൻ നിൽക്കില്ല. ഇവരെ മനസ്സിലുണ്ടല്ല വർഗീയത ഉണ്ടല്ല, ആ വർഗീയത എങ്ങനെ കൂട്ടാന്ന് മാത്രമേ ഇവരെ പോലുള്ള സ്ത്രീകളുണ്ടല്ല പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് വിശകലമാണത്തെ പോലെ സ്ത്രീയുടെ വായിന്നൊന്നും ഒരിക്കലും നല്ല വാക്കുകളില്ല ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തിന് ഒരു നല്ല കാര്യം ഉണ്ടല്ല ഹിന്ദുവിന് പോലും സ്ത്രീ ഒരിക്കലും ചെയ്തു കൊടുക്കില്ല. അപ്പോഴെന്തായാലും മുസ്ലിങ്ങളെ വെറുതെ ചേർത്ത വിശകലമാണത്തിന് വയറ് നിറയെ മറുപടി കൊടുത്ത അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.